ഇപ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി മമ്മൂട്ടി അടക്കമുള്ളവർ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കളമശ്ശേരി ടൗൺ ഹാളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ അല്പസമയം മുമ്പ് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ മമ്മൂട്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എത്രയോ സിനിമകളിൽ അമ്മയായി വന്ന് മമ്മൂട്ടിയോടൊപ്പം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ. ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആദരാഞ്ജലികളായി അങ്ങോട്ടേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി പി രാജീവ് അവിടെയുണ്ട്. ഒപ്പം തന്നെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രഞ്ജി പണിക്കരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദൃശ്യങ്ങളിൽ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് കുഞ്ചനെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, പ്രിയപ്പെട്ട കലാകാരിക്ക്, മലയാള സിനിമയുടെ അമ്മ മനസ്സിന് വിട നൽകുകയാണ് കേരളത്തിൻ്റെ കലാലോകം ഒന്നടങ്കം. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ എല്ലാവരുമുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും അമ്മയ്ക്ക് യാത്രാമൊഴി നൽകുന്നതിനായി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. 6 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ അമ്മ എന്ന പേരിന് പകരം വയ്ക്കാനില്ലാതെ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിന്ന അനശ്വര കലാകാരി കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകുകയാണ് മലയാളം. അതാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. ഹൈബീഡൻ എം പി ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മമ്മൂട്ടിയെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മന്ത്രി പി രാജീവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആ രീതിയിൽ മലയാളത്തിൻ്റെ സിനിമാ ലോകവും രാഷ്ട്രീയ ലോകവും ഒന്നടങ്കം കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകുകയും ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മോഹൻലാൽ അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കളമശ്ശേരിയിലേക്ക് സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെയും നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നു. ഒപ്പം തന്നെ മലയാള സിനിമയുടെ വാത്സല്യമായി നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പൊതുസമൂഹത്തിനും അവിടെ അവസരമുണ്ട്. ആ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, മലയാള സിനിമയെ സ്നേഹിക്കുന്ന കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന, അവരെ അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്ന നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു.